നീന്തൽ പരിശീലനത്തിന്റെ നീന്തൽ ബോധവൽക്കരണ ക്യാമ്പിന്റെ ഭാഗമായിട്ടുള്ള 2ാം ദിവസത്തെ നമ്മൾ ഇന്നലെ പെരുമ്പാ റിവർ ക്രോസിംഗ് ആയിരുന്നു നമ്മൾ ഇന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ആ പെരുമ്പാ പുഴയിലെ ഒരു പാലത്തിന്റെ പണിയുടെ ഭാഗമായിട്ട് കെട്ടിയ ബണ്ട് കുറെ നാൾ പൂട്ടിയിട്ടിരുന്ന് ഇപ്പോൾ ഓപ്പൺ ആക്കിയതിന്റെ ഭാഗമായിട്ട് അവിടെ ദേശം മോശം വെള്ളം ആണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് കായലിലേക്ക് മാറ്റിയത്. ആ പെരുമ്പാ പുഴ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു 200 മീറ്ററേ കാണും. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ എനിക്ക് പറയുമ്പോൾ ഇത് കുറെ കൂടി വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ റിവർ ക്രോസ് ചെയ്തിട്ടാണ് സാധാരണ കായൽ ക്രോസിന് വരുന്നത്. പക്ഷേ ഇതിനകത്ത് പല ആളുകളും വന്നിട്ട് ആദ്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, ഹാപ്പി ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മളുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം, ഔപചാരികമായ ഉദ്ഘാടനം രാവിലെ നമ്മുടെ ബഹുമാന്യനായ പയ്യന്നൂർ DYSP A സുമേഷ് സാർ വളരെ സാഹസികമായി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഉമേഷ് സാർ വളരെ സാഹസികമായി തന്നെ ഉദ്ഘാടനം ചെയ്തിരുന്നു. നമ്മളോടൊപ്പം രാവിലെ 6 മണിക്ക് തന്നെ എത്തിച്ചേർന്ന് ബാക്ക് ഫ്ലോട്ടൊക്കെ കിടന്നുകൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടന്നുകൊണ്ട് തന്നെയായിരുന്നു ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. എന്തായാലും സാറിനെ നമ്മളുടെ ഇതിന്റെ ചടങ്ങിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പരിപാടിയിൽ നിന്ന് നീന്തി കയറാനെത്തിയ പ്രിയപ്പെട്ടവരെ ശിഷ്യഗണങ്ങളെ എല്ലാം സ്വാഗതം ചെയ്യുന്നു. രക്ഷിതാക്കളെയും ബഹുമാന്യരുടെ നാട്ടുകാരെയും നീന്താൻ പഠിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം ഔദ്യോഗികമായി നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടും മെഡൽ വിതരണം, നീന്തി കയറിയവർക്ക് മെഡൽ വിതരണം നിർവഹിക്കാൻ വേണ്ടിയിട്ടും സാറിനെ ക്ഷണിക്കുന്നു. ഇതൊരു അനുഭവമാണ് അല്ലേ നമുക്ക്. കാരണം അസാധ്യമായത് സാധ്യമാക്കുക എന്നതിന്റെ ഒരു പടിയാണിത്. ഞങ്ങളെക്കാളേറെ കുട്ടികൾക്കായിരിക്കും അത്. ഈ കായൽ കണ്ടിട്ട് അങ്ങോട്ട് നോക്കി ഇതെനിക്ക് നീന്താൻ പറ്റുമോ എന്ന് ശങ്കിച്ച് നിൽക്കുന്നതിന് പകരം ഈ കായലും എനിക്ക് നീന്താൻ പറ്റും. അതുപോലെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പല സാധനങ്ങളും പല തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു സന്ദേശം, ഒരു ആശയം മുന്നിലേക്ക് വരുത്താൻ എന്നുള്ളതിൽ ഒരു വലിയൊരു ഘടകമാണ്. രാവിലെ എനിക്ക് വേണേൽ വന്നിട്ട് ഒരു ഫ്ലാഗ് ഇഷ്യൂ അല്ലെങ്കിൽ വേറെ സംസാരിച്ചാൽ പോവാം. അപ്പോൾ നിങ്ങളൊക്കെ കൂടി ചെയ്യുന്ന ഒരു ടീം എഫേർട്ട്, അതിന് മാറി നിന്ന് ഉദ്ഘാടനം ചെയ്തു പോകുന്നത് ശരിയായ പരിപാടിയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും കൂടി നിങ്ങളെ കൂടി. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, വളരെ സന്തോഷം എനിക്ക് തോന്നി. കുറച്ച് നേരം എനിക്ക് ഇത്ര നേരം പ്രൊട്ടക്ട് കിടക്കാൻ പറ്റുന്ന എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്കും ഒരു കോൺഫിഡൻസ് കിട്ടി. അപ്പോൾ എനിക്ക് അങ്ങനെ കോൺഫിഡൻസ് കിട്ടിയത് നിങ്ങൾക്ക് എത്രമാത്രം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി നടത്തിയ ചാൾസണ് ടീമിനും ഒരു സിംഗിൾ മെനല്ല, ഒരു ടീം എഫേർട്ടാണ്. അവർ ഓരോരുത്തർക്കും പ്രത്യേക അഭിനന്ദനം പറയാണ്. അതോടൊപ്പം ഇത് ഡോക്ടർ ഉൾപ്പെടെ ടീം ഫുൾ ആൾക്കാരും നമുക്കിവിടെ നീതി കിടക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിന് വന്നു. ആ ആർജവത്തെ, ആ താല്പര്യത്തെ അഭിനന്ദിക്കുന്നു. നിങ്ങളെ കൊണ്ടുവന്ന പേരൻസിന് പ്രത്യേകം അഭിനന്ദനം പറയുന്നു. ഇതൊരു കൂട്ടായ്മയാണ്. നല്ല രീതിയിൽ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടു, വെള്ളത്തിൽ മുങ്ങിപ്പോയ ഒരു കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ചാടിപ്പോയ ഒരാളും ഒരു പയ്യൻ മരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് രക്ഷിക്കാൻ പോകുമ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള അറിയണം. അല്ലെങ്കിൽ നമുക്കതിന് ആഗ്രഹം ഉണ്ടാവും. ആഗ്രഹം നമ്മുടെ ജീവനും കൊണ്ടുപോകുന്ന അവസ്ഥയെത്തും. നമ്മൾ പറയാറുണ്ട്, ഒരാളെ കുഴിയിൽ പിടിച്ച് കയറ്റണേ